ഇന്റർനാഷണൽ ബ്രേക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫുട്ബോൾ ഇനി ക്ലബ് ഫുട്ബോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൽ തന്നെ UCL വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് റയൽ മാഡ്രിഡിനെ ആരൊക്കെയാണ് UCL ഒപ്പോണൻസ് ആയിട്ട് കിട്ടിയത് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ ബാഴ്സലോണയുടെ ഒപ്പോണൻസ് ആരൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് പറയേണ്ട ഒരു ഒപ്പോണൻറ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, PSG. ബാഴ്സലോണ വേഴ്സസ് PSG. ആ ഒരു മാച്ച് കിടിലൻ മാച്ചായിരിക്കും. അതായത് PSG എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലബ്ബാണ് കറണ്ട്. ഇപ്പോൾ വൺ ഓഫ് ഏറ്റവും ടോപ്പ് ടീം എടുത്തു കഴിഞ്ഞാൽ, ടോപ്പ് 3 എടുത്തു കഴിഞ്ഞാൽ അതിൽ PSG ഉണ്ട്, ബാഴ്സലോണയും ഉണ്ട്. ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ സീസണിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഡിസ്കഷൻ നടത്തിയതാണ്. PSGയും ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? തീ പാറും എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പലരും പറഞ്ഞത്. എനിക്ക് തോന്നുന്നു PSG മാനവ മര്യാദയ്ക്കും കഴിഞ്ഞ സീസണിൽ ആകെ ഒന്ന് മുട്ടുമടക്കിയത് ചെൽസിയുമായിട്ടാണ്. അത് ആ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ വേറെ ആരുമായിട്ട് മുട്ടുമടക്കിയിട്ടില്ല. റയൽ മാഡ്രിഡിനെ ഹ്യൂമിലേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്, ഇന്റർ മിലാനെ ഹ്യൂമിലേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്, ആഴ്സണലിനെ വിട്ടിട്ടുണ്ട്. പിന്നെ ആഴ്സണലിൽ നിന്ന് ഹ്യൂമിലേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, പരാജയപ്പെടുത്തി. ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തി, ലിവർപൂളിനെ പരാജയപ്പെടുത്തി, അങ്ങനെ കുറേ ആൾക്കാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ബയൺ മ്യൂണിക്ക് ആയിക്കോട്ടെ, അങ്ങനെ കുറേ പേരെ കഴിഞ്ഞ സീസണിൽ ബിഗ് നെയിംസിലുള്ള കുറേ ക്ലബ്സിനെ പരാജയപ്പെടുത്തിയ ഒരു ടീമാണ് PSG. ആ ഒരു PSG ബാഴ്സലോണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. PSG വേഴ്സസ് ബാഴ്സലോണ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാച്ചാണ്. 2 ഒക്ടോബറിലാണ് ആ ഒരു മാച്ച് ഉള്ളത്. ആ ഒരു മാച്ച് നടക്കുന്നത് ബാഴ്സലോണയുടെ ഹോം സ്റ്റേഡിയത്തിലാണ്. അതായത് ക്യാമ്പ് നൗവിൽ നടക്കുമെന്നായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ ക്യാമ്പ് നൗ നടക്കില്ല, അത് ഓൾമോസ്റ്റ് കൺഫേം ആയതാണ്. ആ ഒരു ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ബാഴ്സലോണേൻ്റെ അവസ്ഥ പിന്നെ നമുക്കറിയാലോ, അവരുടെ വല്ലാത്തൊരവസ്ഥയാണ്. ക്യാമ്പ് നൗ തിരിച്ചു വരാൻ സമയമെടുക്കും. അപ്പോൾ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ തന്നെ ആയിരിക്കും. ഇതുവരെ ഞാൻ കണ്ടിടത്തോളം എനിക്ക് അങ്ങനെയാണ്. ഇനി അങ്ങനത്തെ അല്ല, നിങ്ങൾക്ക് ആർക്കും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. അപ്പോൾ ബാഴ്സലോണ വേഴ്സസ് PSG ആ ഒരു മാച്ച് ഉണ്ട്. പക്ഷേ PSGക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതായത് ഫ്രാൻസ് വേഴ്സസ് ഹംഗറി മാച്ചിൽ ദെസേരി ദുവയ്ക്കും ഇഞ്ചറി ആയിട്ടുണ്ട്, ഡെംബലേക്കും ഇഞ്ചറി ആയിട്ടുണ്ട്. അവർക്ക് രണ്ടുപേരും മിനിമം 1 മന്തെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ പറഞ്ഞത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബാഴ്സലോണയ്ക്കെതിരെ ഇവന്മാരുണ്ടാവുമോ? ഡെംബലയുടെ കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആണ്, ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ദെസേരി ദുവെ, അദ്ദേഹവും ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇവന്മാർ രണ്ടുപേരും ഒരു മെയിൻ അറ്റാക്കിങ്ങിൽ വൺ ഓഫ് ദി മെയിനാണ് PSGയുടെ. അവരുടെ ആ ഒരു ടോപ്പ് 3 ക്വററ്റ്സ്കേലിയ, ഉസ്മാൻ ഡെംബലെ, ദെസേരി ദുവെ, ഇവന്മാർ 3 പേരാണ് അവരുടെ മെയിൻ അറ്റാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും ഇല്ലെങ്കിൽ ദെസേരി ദുവയ്ക്ക് പിന്നെയും ബാർക്കോളയുണ്ട്. ഉസ്മാൻ ഡെംബലെ എന്ന് പറയുന്നത് PSGയുടെ എന്താ പറയുക കോറാണ്, എല്ലാം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇല്ലാത്തത് PSGക്ക് ഒരു തിരിച്ചടിയാവും. എങ്ങനെ ലൂയിസ് എൻട്രിക്ക് അത് മറികടന്ന് ബാഴ്സലോണയെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. ഓക്കെ, പിന്നെ ബാഴ്സലോണയ്ക്ക് കിട്ടിയിട്ടുള്ളത് ആരാ? ചെൽസി. ആ കളിയുള്ളതോ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ, അവിടെയാണ് ആ കളിയുള്ളത്. അതൊരു കിടിലൻ മത്സരമായിരിക്കും. ചെൽസിയുടെ പ്ലേയേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ ആരാണ് ഈ ഒപ്പോണൻ്റായിട്ട് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ബാഴ്സലോണയുടെ പേര് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ബാഴ്സലോണ വേഴ്സസ് ചെൽസി, ബാഴ്സലോണ വേഴ്സസ് PSG, പിന്നെ ന്യൂ കാസിലും കിട്ടിയിട്ടുണ്ട്. അത് വേറെ കാര്യം, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ചെൽസി വേഴ്സസ് ബാഴ്സലോണ മാച്ചും നമ്മളെല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കി കാണുന്നൊരു മാച്ച് തന്നെയാണ്. എവേ കൂടി ആയതുകൊണ്ട്, സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലും കൂടി ആയതുകൊണ്ട് ചെൽസി അവിടെ പോയി ബാഴ്സലോണ പരാജയപ്പെടുത്തുമോ അത് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എൻസോ മരസ്കോയുടെ ടീം നല്ല കോൺഫിഡൻസിലാണ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. അവർ ക്ലബ്ബ് വേൾഡ് കപ്പ് എടുത്തിട്ട് നല്ല കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പ്രീമിയർ ലീഗ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സൈനിങ്സും തന്നെ നല്ല പോലെ പോസിറ്റീവ് പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഗർനാച്ചോയെ സൈൻ ചെയ്തിട്ടുണ്ട്, പിന്നെ അയാക്സിൽ നിന്ന് ഒരു ഡിഫൻഡറെ സൈൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഓൾറെഡി ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് ജാവോ പെഡ്രോ, ദിലാപ്പ്, അങ്ങനെ കുറേ പേരെ സൈൻ ചെയ്തിട്ടുണ്ട്. അതും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ട് ഒപ്പോണൻ്റ് ആണ്. പിന്നെ ഒന്നുള്ളത് ഫ്രാങ്ക്ഫോർട്ടാണ്. നമുക്കറിയാം ബൂണ്ടസ് ലീഗയിലെ ടീമാണ്. അവർ ഇപ്പോൾ കറന്റ് ബൂണ്ടസ് ലീഗയിൽ 2ാം സ്ഥാനത്താണ് ഫ്രാങ്ക്ഫോർട്ട് ഉള്ളത്. അവരുമായിട്ട് ഹോം മാച്ചാണ്, ബാഴ്സലോണക്ക് ഹോം മാച്ചാണ്. അവരൊരു ഒപ്പോണൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ക്ലബ് ബ്രൂഗെ, ഒരു ബെൽജിയം ക്ലബ്ബാണ്, അവർക്കെതിരെ മാച്ച് ഉണ്ട്. പക്ഷേ അവർക്ക് എവേ മാച്ചാണ്. ബാഴ്സലോണ വേഴ്സസ് ക്ലബ് ബ്രൂഗെ മാച്ചുള്ളത് എവേ മാച്ചാണ്. അപ്പോൾ ബാഴ്സലോണക്ക് കമ്പാരിറ്റീവ്ലി അതൊക്കെ ഈസി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു, ഫ്രാങ്ക്ഫോർട്ടും ക്ലബ് ബ്രൂഗയൊക്കെ. പിന്നെ ഒളിമ്പിയാക്കോസ്, അതൊരു ഗ്രീക്ക് ഫുട്ബോൾ ടീമാണ്, അത് ഹോം മാച്ചാണ്. അത് ബാഴ്സലോണയുടെ ഹോം സ്റ്റേഡിയത്തിലാണ് അവർക്ക് മാച്ചുള്ളത്. അതൊക്കെ ഈസി ഒപ്പോണൻസ് ആണ്. പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റേ റയൽ മാഡ്രിഡിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈസി ഒപ്പോണൻസ് ആണ് ബാഴ്സലോണ. പക്ഷേ ഉള്ള ടഫ് നല്ല കിട്ടില്ല ടഫാണ്. PSG, ചെൽസി, പിന്നെ ന്യൂ കാസിൽ, അങ്ങനെ. അപ്പോൾ ഒളിമ്പിയാക്കോസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കോപ്പൻഹഗാനും ഉണ്ട്, പിന്നെ നമ്മുടെ സിൽവർ പ്രാഹിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമുണ്ട്, ഒരു ചെക്ക് ടീമാണ്. ആ ഒരു ടീമിനായിട്ടുണ്ട്. ആ ടീമിനായിട്ട് എവേ ആണ് മാച്ചുള്ളത്, അവിടെ പോയി കളിക്കണം. കോപ്പൻഹഗാനായിട്ട് ഹോം മാച്ചാണ്.
പിന്നെ ന്യൂ കാസിൽ യുണൈറ്റഡുമായിട്ട് എവേ മാച്ചാണ്, അത് സെൻറ്റ് ജെയിംസ് പാർക്കിലാണ് ആ ഒരു മാച്ചുള്ളത്. അപ്പോൾ ആ ഒരു മാച്ചും കിടിലൻ മത്സരമായിരിക്കും. കാരണം ന്യൂ കാസലിനെ ആ ഒരു സ്റ്റേഡിയത്തിൽ സെൻറ്റ് ജെയിംസ് പാർക്കിൽ പോയി പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയാണ്, എന്തും ചെയ്യും. ലമീൻ യമാൽ ഉണ്ട് അവിടെ, അഫീനി ഉണ്ട്, ലെവൻഡോസ്കി ഉണ്ട്, പെഡ്രി ഉണ്ട്, ഗാവി ഉണ്ട്, അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ കുറേ പേരുണ്ട്. ആസ് എ ടീം ബാഴ്സലോണ എന്ന് പറയുന്നത് അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീമാണ്. ഇപ്പോൾ ഡിഫൻസിൽ കുറച്ച് ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ബാഴ്സലോണ എനിക്ക് തോന്നുന്നു മാച്ച് ബൈ മാച്ച് അത് ഹാൻസി ഫ്ലിക്ക് സോർട്ട് ചെയ്ത് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനിഗോ മാർട്ടിനസിൻ്റെ ആ ഒരു പോക്കിന് ശേഷം അരാഹോ ആ ഒരു ടീമുമായിട്ട് അത്രയും കൂടി ബാലൻസ്ഡ് ആയിട്ടില്ല. ഇനി അവിടെ ആരൊക്കെ യൂസ് ചെയ്യും, എറിക് ഗാർസിയ ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഒരു ഡിഫൻസ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഴ്സലോണ ഒക്കെ ആകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും ന്യൂ കാസിൽ യുണൈറ്റഡുമായിട്ടുള്ളതും ചെൽസിയുമായിട്ടുള്ള PSG ഈ ഒരു 3 ടീമുമായിട്ടുള്ള മാച്ച് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.